This lecture is about finding IDFT using DIT and DIF FFT algorithms. IDFT using FFT algorithm. FFT algorithms എന്ന് പറയുമ്പോൾ DIT algorithm, DIF algorithm നമ്മൾ പഠിച്ചു. സോ ഈ രണ്ട് അൽഗോരിതംസ് യൂസ് ചെയ്ത് ഒരു സീക്വൻസ് വരാണെങ്കിൽ അതിന്റെ DFT കണ്ടുപിടിക്കാം. ഇനി ഒരു സീക്വൻസ് വരാണെങ്കിൽ അതിന്റെ IDFT കണ്ടുപിടിക്കാനും ഇതേ FFT algorithms യൂസ് ചെയ്യാം. അൽഗോരിതത്തിൽ ചേഞ്ച് ഒന്നും വരുത്താണ്ട് തന്നെ യൂസ് ചെയ്യാം. സോ ആദ്യം IDFT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാണ്. x of k ആണ് നമ്മുടെ സീക്വൻസ് എങ്കിൽ അതിന്റെ IDFT x of n കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ x of n is equal to 1 by n sigma k is equal to 0 to n minus 1 x of k w n raised to minus nk. സോ ഇത് IDFT കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. ഇനി ഇതിൽ എന്ത് ചെയ്യാണ്, രണ്ട് സൈഡിലും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഇവിടുത്തെ n ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്നു. അപ്പൊ n x of n ആവും. ഇനി എന്ത് ചെയ്യാണ്, അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കാണ്. അപ്പൊ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, n x of n ന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ x കോൺജുഗേറ്റ് ഓഫ് n. ഈ സൈഡിലും കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, x കോൺജുഗേറ്റ് ഓഫ് k w n raised to minus nk ആവുമ്പോൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്താവും, w n raised to plus nk ആവും. സോ n ഈ സൈഡിലോട്ട് വന്നു. അപ്പൊ n x of n ആയി. ഇനി എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, രണ്ട് സൈഡിലും കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു. അപ്പൊ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ആണ് ഇത്. ഇനി ഈ റൈറ്റ് ഹാൻഡ് സൈഡ്, ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. സോ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്തിന്റെ ഇക്വേഷൻ ആണ്, DFTയുടെ ഇക്വേഷൻ ആണ്. DFTയുടെ ഇക്വേഷൻ നമ്മൾ ഏത് രീതിയിലാണ് പഠിച്ചത്, സിഗ്മ n is equal to 0 to n minus 1. n ഒരെവിടെ k വേരിയബിൾ നെയിം എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് x of n w n raised to nk. x of n w n raised to nk ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, x of n ന്റെ DFT ആണെന്ന് പറഞ്ഞു. ഇവിടെ x of n ന് വരെ എന്താണ്, x കോൺജുഗേറ്റ് ഓഫ് k w n raised to nk. അപ്പൊ ഇത് ആരുടെ DFT ആണ്, x കോൺജുഗേറ്റ് ഓഫ് k യുടെ DFT കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് ഇത്. IDFT ആണെങ്കിൽ w n raised to minus nk വന്നേനെ, DFT ആവുമ്പോൾ w n raised to nk. സോ x കോൺജുഗേറ്റ് ഓഫ് k കണ്ടുപിടിക്കാൻ, x കോൺജുഗേറ്റ് ഓഫ് k യുടെ DFT കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് ഇത്. സോ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ദ DFT ഓഫ് ദ സീക്വൻസ് x കോൺജുഗേറ്റ് ഓഫ് k. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, ഇനി ഇതിനകത്ത് നിന്ന് n വേണ്ട ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്ത് കിട്ടി, x കോൺജുഗേറ്റ് ഓഫ് n is equal to 1 by n. ഇതെന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, DFT ഓഫ് x കോൺജുഗേറ്റ് ഓഫ് k എന്ന് പറഞ്ഞു. സോ DFT ഓഫ് x കോൺജുഗേറ്റ് ഓഫ് k. ഇനി രണ്ട് സൈഡിലും കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, x കോൺജുഗേറ്റ് ഓഫ് n ന്റെ വീണ്ടും കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, x of n കിട്ടും is equal to 1 by n. DFT ഓഫ് x കോൺജുഗേറ്റ് ഓഫ് k എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ. സോ അത് അതുപോലെ എഴുതി. അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ്, രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിന്റെയും കോൺജുഗേറ്റ് എടുക്കണം. സോ അതാണ് ഇവിടെ ഒരു കോൺജുഗേറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ എന്താ ഇത്, ഇപ്പൊ നമുക്ക് ഫൈനലി x of k എന്ത് കണ്ടുപിടിക്കണമായിരുന്നു, x of n കണ്ടുപിടിക്കണമായിരുന്നു. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, x of n കിട്ടി. അതിപ്പോ എന്ത് എഴുതാം, x of n is equal to 1 by n. ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു, x കോൺജുഗേറ്റ് ഓഫ് k ന്റെ DFT കണ്ടുപിടിക്കുക. x കോൺജുഗേറ്റ് ഓഫ് k ന്റെ DFT കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ x കോൺജുഗേറ്റ് ഓഫ് k ന്റെ DFT കണ്ടുപിടിക്കാൻ എന്ത് തന്നെ യൂസ് ചെയ്യാം, FFT തന്നെ യൂസ് ചെയ്യാം. സീക്വൻസിന്റെ DFT കണ്ടുപിടിക്കാൻ FFT യൂസ് ചെയ്യാം. അപ്പൊ DFT കണ്ടുപിടിക്കാൻ മീൻസ് FFT കണ്ടുപിടിക്കുക. അതിന്റെ എന്ത് കണ്ടെടുക്കുന്നു, കോൺജുഗേറ്റ് എടുക്കുന്നു. അപ്പൊ എന്തൊക്കെ ചെയ്താൽ മതി, നമുക്ക് x of k തരും. അതിൽ നിന്ന് ഫൈനലി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, x of n കണ്ടുപിടിക്കണം. സോ എന്ത് ചെയ്താൽ മതി, ആദ്യം x of k യുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക. അപ്പൊ x കോൺജുഗേറ്റ് ഓഫ് k കിട്ടും. ആ x കോൺജുഗേറ്റ് ഓഫ് k യുടെ എന്ത് കണ്ടുപിടിക്കുക, FFT കണ്ടുപിടിക്കുക. ഐദർ DIT യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ DIF യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, ആ കിട്ടിയ ആൻസറിന്റെ എന്തെടുക്കണം, കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കണം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം, n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, IDFT x of n കിട്ടും. അപ്പൊ എന്തൊക്കെ ചെയ്താൽ മതി, ആദ്യം അവർ എന്ത് തരുന്നു, x of k തരുന്നു. ആ x of k യുടെ x കോൺജുഗേറ്റ് ഓഫ് k കണ്ടുപിടിക്കുക, അതിന്റെ FFT കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കണം ആ കിട്ടിയ ആൻസറിന്റെ. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം, n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, IDFT x of n കിട്ടും. നമുക്കൊരു 4-point IDFTയുടെ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ IDFT ഓഫ് ദ സീക്വൻസ് x of k is equal to 10 minus 2 plus j2 minus 2 minus 2 minus j2 using DIT algorithm. DIT algorithm 4-point ആണ്. അപ്പൊ ആദ്യമേ തന്നെ എന്ത് വരയ്ക്കുക, DIT 4-point DITയുടെ ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കുക. ആസ് യൂഷ്വൽ അതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. DITയുടെ എന്ത് ചെയ്തു, ബട്ടർഫ്ലൈ ഡയഗ്രാം വരച്ചു. അപ്പൊ ഇവിടെ എന്തൊക്കെ നമുക്ക് വേണ്ടി വരും, ട്വിഡിൽ ഫാക്ടർ എക്സ്പോണൻസ് w4⁴ w4⁴ വേണ്ടി വരും. സോ അതിന്റെ വാല്യൂസ് എടുത്തെഴുതി. w4⁴ 1, w4⁴ മൈനസ് j. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ w4⁴ വരും, സെക്കൻഡ് സ്റ്റേജിൽ w4⁴ w4⁴ 1.
ഡയഗ്രാം വരച്ചു. ഇനി ഇവിടെ എന്താണ് DIT ആണ്. സോ ഇൻപുട്ട് ഇവിടെ എന്ത് ഓർഡറിൽ വേണം കൊടുക്കാൻ? ഷഫിൾഡ് ഓർഡറിൽ വേണം കൊടുക്കാൻ. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? എക്സ് ഓഫ് കെ ആണ്. സോ നേരത്തെ നമ്മുടെ സ്റ്റെപ്സ് വെച്ച് ആദ്യം എക്സ് ഓഫ് കെയുടെ കോൺജുഗേറ്റ് എടുത്ത് എക്സ് കോൺജുഗേറ്റ് ഓഫ് കെ നമ്മൾ കണ്ടുപിടിക്കണം. സോ 10 അതുപോലെ തന്നെ പ്ലസ് ജെ ഉള്ള എന്തെല്ലാം മൈനസ് ജെ ആവും. സോ -2 -j2 -2 -2 മൈനസ് ജെ എന്താവും? പ്ലസ് ജെ ആവും കോൺജുഗേറ്റ് എടുക്കുമ്പോൾ. സോ -2 + j2. So x of k അതിന്റെ കോൺജുഗേറ്റ് എടുത്തു. അപ്പോൾ എന്ത് കിട്ടി? x conjugate of k. ഇനി x conjugate of k യുടെ DFT ആണ് കണ്ടുപിടിക്കുക. സോ x conjugate of k ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. പക്ഷേ DIT ആയതുകൊണ്ട് ഏത് ഓർഡറിൽ കൊടുക്കണം? ഷഫിൾഡ് ഓർഡറിൽ കൊടുക്കണം. എന്തായിരുന്നു ഷഫിൾഡ് ഓർഡറിൽ? 0 2 1 3 അതായിരുന്നു നമ്മളുടെ ഷഫിൾഡ് ഓർഡർ 4 പോയിന്റിന്റെ കേസിൽ. ഓർമ്മ ഇല്ലെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കുക? ബിറ്റ് റിവേഴ്സിൽ കൊടുത്തു നോക്കുക. 0 0യും 1 0 അങ്ങനെ ബിറ്റ് റിവേഴ്സിൽ കൊടുത്തു നോക്കുക. 0 0 0 1 1 0 1 1 അതിനെ ബിറ്റ് റിവേഴ്സ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്തു? x conjugate of 0 10, x conjugate of 2 എന്ന് പറയുന്നത് ഏതാണ്? -2, x conjugate of 1 is -2 -j2, x conjugate of 3 എന്താണ്? -2 + j2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആദ്യം നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക? രണ്ട് സ്റ്റേജിലെയും ആൻസേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് വരും? 10 -2 8 വരും. ഇവിടെ വരുമ്പോഴോ 10 -1 -2 അപ്പോൾ എന്ത് വരും? +2 ആവും. 10 + 2 എന്ത് വരും? 12 വരും. അടുത്ത ഈ പോയിന്റിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ നോക്കാം -2 -j2 + -2 + j2. സോ -j2 + j2 ക്യാൻസൽ ആയിട്ട് എന്ത് കിട്ടും? -4. അടുത്ത ഇവിടെ വരുമ്പോഴത്തേക്ക് -2 -j2 ഇവിടെ മൈനസ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ എന്ത് വരും? ഇത് +2 ആവും, ഇത് -j2 ആവും. -2 + 2 പോയിട്ട് എന്ത് വരും? -j2 -j2 അപ്പൊ എന്ത് വരും? -4j എന്ന് പറഞ്ഞു വരും. ഇനി അടുത്ത ഇതുപോലെ തന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജും ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഫൈനലി എന്ത് കിട്ടും? 4 8 12 16 എന്ന് പറഞ്ഞ് കിട്ടും. ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 4 8 12 16. ഇനി നമ്മൾ പറഞ്ഞു ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഇതിന്റെ കോൺജുഗേറ്റും കണ്ടുപിടിക്കണം. ഫൈനൽ ആൻസർ കിട്ടണമെങ്കിൽ ഈ കിട്ടിയ ആൻസറിന്റെ കോൺജുഗേറ്റും കണ്ടുപിടിക്കണം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം? n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം. 4ഉം 8ഉം 12ഉം 16ഉം കോൺജുഗേറ്റ് എടുത്താലും അതേ വാല്യൂസ് തന്നെയാണ്. കാര്യം j ടേം ഒന്നും ഇല്ല. അപ്പൊ കോൺജുഗേറ്റ് എടുത്താലും 4 8 12 16 തന്നെ. ഇനി അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം? n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 പോയിന്റ് ആയതുകൊണ്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടണം? 4 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 2 3 4 എന്ന് പറഞ്ഞ് കിട്ടും. സോ x of n ഫൈനൽ ആൻസർ x of n is equal to 1 2 3 4. ഇതിവിടെ എഴുതിയിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഈ സൈഡിൽ കിട്ടുന്ന എന്താണ്? nx കോൺജുഗേറ്റ് ഓഫ് n ആണ് ഈ സൈഡിൽ കിട്ടിയിരിക്കുന്നത്. അത് കാണിക്കാനാണ് 4x കോൺജുഗേറ്റ് ഓഫ് 0 4x കോൺജുഗേറ്റ് ഓഫ് 1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഔട്ട്പുട്ട് ഇവിടെ നോർമൽ ഓർഡർ ആണ്. DIT ഉണ്ട്, ഔട്ട്പുട്ട് കുഴപ്പമില്ല. ഔട്ട്പുട്ട് ഏത് ഓർഡറിലാണ്? നോർമൽ ഓർഡർ ആണ്. Next question, find the IDFT of the sequence x of k 1 2 3 4 using DIF algorithm. So DIF in the 4 point in the butterfly diagram വരച്ചു. ഇവിടെ w4 raised to 0 w4 raised to 1 ഇവിടെ ആഡ് ആൻഡ് സബ്ട്രാക്ട് കഴിഞ്ഞിട്ടാണ് w4 raised to 0 w4 raised to 1 വരിക DIF ൽ. w4 raised to 0 യുടെ വാല്യൂ 1, w4 raised to 1 ന്റെ വാല്യൂ -j. ഇവിടെയും w4 raised to 0 ഉണ്ട്, ഇവിടെയും w4 raised to 0 ഉണ്ട്. രണ്ടിന്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. ഇനി DIF ആണ്ട് ഇൻപുട്ട് ഷഫിൾഡ് ഓർഡർ അല്ല, ഇൻപുട്ട് ഏത് ഓർഡറിൽ തന്നെയാണ്? കറക്റ്റ് ഓർഡറിൽ തന്നെ കൊടുക്കാം. 1 2 3 4. IDFT കണ്ടുപിടിക്കുമ്പോൾ ആദ്യം അതിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് വേണം കൊടുക്കാം. 1 2 3 4 j ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോൺജുഗേറ്റ് എടുത്താലും അതേ വാല്യൂസ് തന്നെ 1 2 3 4. സോ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഇതാണ്, ലാസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഇത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് DIF ആൻഡ് ഔട്ട്പുട്ട് ഏത് ഓർഡറിലാണ്? ഷഫിൾഡ് ഓർഡറിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്പുട്ടിന് കറക്റ്റ് ഫൈനൽ ആൻസർ എഴുതണമെങ്കിൽ ഔട്ട്പുട്ടിനെ കറക്റ്റ് ഓർഡറിലാക്കണം. പിന്നെ ഇതിന്റെ എന്ത് എടുക്കണം? കോൺജുഗേറ്റ് എടുക്കണം. പിന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1/n 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഔട്ട്പുട്ടിനെ കറക്റ്റ് ഓർഡറിൽ എടുത്ത് എഴുതുമ്പോൾ 10 ഇവിടെ അതുപോലെ ഉണ്ട്. 10 x ഓഫ് ഇതെന്ന് പറയുന്നത് 0 0. അടുത്തത് വരുന്നത് ഏതാണ്? 0 കഴിഞ്ഞ് ഇത് 0 2 1 3 ആ ഫോമിലാണ് ഷഫിൾഡ് കിടക്കുക. അടുത്ത 0 കഴിഞ്ഞിട്ട് 1 എന്ന് പറയുന്ന ഈ ടേം ആണ്. -2 + 2j. അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് വേണം എഴുതാൻ. സോ -2 -2j. ഇപ്പൊ 0 1 ആയി. അടുത്ത 2 എന്ന് പറയുന്ന ടേം ഇത്. സോ -2 എഴുതി. അടുത്ത ലാസ്റ്റ് 3 എന്ന് പറഞ്ഞ ടേം ഏതാണ്? ഇത്. സോ -2 -2j. അതിന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? -2 + 2j. അപ്പോ DIF ആൻഡ് ഔട്ട്പുട്ട് ഷഫിൾഡ് ഓർഡറിലാണ് കിടക്കുക. അതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതണം, കോൺജുഗേറ്റ് എടുക്കണം. ഇനി അതിനെ എല്ലാത്തിനും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി എല്ലാ ടേമിനെയും 10/4 ചെയ്യുമ്പോൾ നമുക്ക് 2.5 കിട്ടും. -2 -2j ഡിവൈഡഡ് ബൈ 4 കിട്ടുമ്പോൾ -0.5 -0.5j
minus 2 divided by 4 minus 0.5. ഈ term divided by 4 minus 0.5 plus 0.5g. Next question, find the IDFT of the sequence x of k 5 0 1 minus j 0 1 0 1 plus j 0 using DIT algorithm. DIT algorithm use ചെയ്ത് കണ്ടുപിടിക്കുക. ആദ്യം x of k യുടെ x conjugate of k കണ്ടുപിടിക്കണം. x conjugate of k കണ്ടുപിടിക്കുമ്പോൾ 5 അതുപോലെ 0 അതുപോലെ 1 minus j എന്താവും 1 plus j 0 1 0 അതുപോലെ തന്നെ 1 plus j എന്താവും 1 minus j conjugate എടുക്കുമ്പോൾ 0. x conjugate of k കണ്ടുപിടിച്ചു. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? DIT algorithm ആണ്. സോ 8 പോയിന്റിന്റെ DIT യുടെ ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കുക. അതിൽ ആവശ്യമായിട്ട് വരുന്ന ട്വിഡിൽ ഫാക്ടേഴ്സ് w8 raised to 0, w8 raised to 1, w8 raised to 2, w8 raised to 3. അതിന്റെ വാല്യൂസ് എഴുതിയിട്ടു. സോ 8 പോയിന്റ് DIT യുടെ ബട്ടർഫ്ലൈ ഡയഗ്രാം വരച്ചു. കോൺജുഗേറ്റ് എടുത്ത വാല്യൂസ് കൊടുക്കണം. കൊടുക്കുമ്പോൾ നോക്കാനുള്ളത് DIT ആയതുകൊണ്ട് ഇൻപുട്ടിനെ ഏത് ഓർഡറിൽ കൊടുക്കണം? ഷഫിൾഡ് ഓർഡറിൽ വേണം കൊടുക്കാൻ. 0 4 2 6 1 5 3 7 അങ്ങനെ ഷഫിൾഡ് ഓർഡറിൽ നമ്മുടെ ഇൻപുട്സിനെ എന്ത് ചെയ്തു കൊടുത്തു. ഇനി പഴയതുപോലെ തന്നെ എല്ലാ സ്റ്റേജിലെയും അതേ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് എല്ലാ സ്റ്റേജിലെയും ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. സോ ഫൈനൽ സ്റ്റേജിൽ ആൻസർ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി 8642 8642 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിനെ എന്ത് ചെയ്യണം? ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കണം. DIT ആയതുകൊണ്ട് ഔട്ട്പുട്ട് കറക്റ്റ് ഓർഡറിലാണ്. സോ ഇനി ഓർഡർ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കണം. പക്ഷെ ഇവിടെ ഒന്നും j ടേം ഇല്ലാത്തതുകൊണ്ട് കോൺജുഗേറ്റ് എടുത്താലും ഈ വാല്യൂസ് തന്നെ. എന്നിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8 പോയിന്റ് ആയതുകൊണ്ട് എല്ലാത്തിനെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാത്തിനെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 by 8 1, 6 by 8 0.75, 4 by 8 0.5, 2 by 8 0.25, 8 by 8 1. വീണ്ടും ഇതുപോലെ വാല്യൂസ് സെയിം വാല്യൂസ് 1.75, 0.5, 0.25. സോ ചെയ്ത സ്റ്റെപ്സ് വെരിഫൈ ചെയ്യാനായിട്ട് ഓരോ സ്റ്റേജിന്റെ ആൻസേഴ്സ് തന്നിരിക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് 8 പോയിന്റ് IDFT തന്നെ കണ്ടുപിടിക്കാനാണ്. പക്ഷെ DIF യൂസ് ചെയ്തിട്ട് ഇവിടെ x of k തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? x conjugate of k കണ്ടുപിടിക്കുക. ഇവിടെ ഒന്നിലും j ടേം ഇല്ല, അതുകൊണ്ട് x conjugate of k ഉണ്ടെങ്കിലും ചെയ്താലും അതേ വാല്യൂസ് തന്നെ കിട്ടുന്നു. സോ 8 പോയിന്റ് DIFന്റെ ബട്ടർഫ്ലൈ ഡയഗ്രാം വരച്ചു. ഇവിടെ ഇൻപുട്ട് കറക്റ്റ് ഓർഡറിലാണ്. സോ ഇൻപുട്ട് തന്നെ നമുക്ക് അതേ ഓർഡറിൽ തന്നെ കൊടുക്കാം. x of k തന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ x conjugate of k കണ്ടുപിടിച്ചു. DIF ഉണ്ട്, ഇൻപുട്ടിന് അതേ ഓർഡറിൽ കൊടുത്തു. പിന്നെ പഴയതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? എല്ലാത്തിൻ്റെ ആൻസേഴ്സ് ഓരോ സ്റ്റേജിലേയും കണ്ടുപിടിക്കുന്നു. സോ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ഔട്ട്പുട്ട് ഇതേ രീതിയിൽ കിട്ടും. ഇനി ഈ കിട്ടിയ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യണം? ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കണം. കോൺജുഗേറ്റ് എടുത്താലും ഒന്നിൽ j ടേം ഇല്ലാത്തതുകൊണ്ട് അതേ വാല്യൂസ് തന്നെ കിട്ടും. പിന്നെ എല്ലാത്തിനും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പക്ഷെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതുപോലെ എഴുതാൻ ഒക്കത്തില്ല. കാര്യം DIF ആൻഡ് ഔട്ട്പുട്ട് ഏത് ഓർഡറിലാണ്? ഷഫിൾഡ് ഓർഡറിലാണ്. സോ ഫസ്റ്റ് വാല്യൂ x of 0യുടെ കറസ്പോണ്ടിങ് വാല്യൂ എടുക്കാം. 16 by 8 എന്ത് കിട്ടും? 2 കിട്ടും. സോ ആൻസർ 2. അടുത്തത് x 1ന് കറസ്പോണ്ടിങ് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. സോ 8 by 16 എന്ത് കിട്ടും? 8 by 16 സോറി 8 by 8 8 പോയിന്റ് അല്ലേ? സോ 8 by 8 എടുക്കുമ്പോഴത്തേക്ക് 1. അടുത്ത വീണ്ടും 2ന് കറസ്പോണ്ടിങ് 16 by 8 2 വരുന്നു. പിന്നെ അടുത്ത 3ക്ക് കറസ്പോണ്ടിങ് അതായത് ഇവിടെ 8 by 8 1. പിന്നെ 4ന് കറസ്പോണ്ടിങ് 16 by 8 2. പിന്നെ 5ന് കറസ്പോണ്ടിങ് 8 by 8 1. പിന്നെ 6ന് കറസ്പോണ്ടിങ് 16 by 8 2. പിന്നെ ലാസ്റ്റ് 7ന് കറസ്പോണ്ടിങ് 8 by 8 1. സോ 2 1 2 1 2 1 2 1. ഫൈനൽ ആൻസർ x of n is equal to 2 1 2 1 2 1 2 1. സോ ചെയ്ത പ്രോബ്ലം വെരിഫൈ ചെയ്യാൻ വേണ്ടി ഓരോ സ്റ്റേജിലെയും ആൻസേഴ്സ് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ IDFT കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് IDFT കണ്ടുപിടിക്കാൻ x of k തരും ക്വസ്റ്റ്യനിൽ. ആദ്യം x of k നിന്ന് x conjugate of k കണ്ടുപിടിക്കുക. അപ്പോൾ പ്ലസ് j ടേം എല്ലാം മൈനസ് ചെയ്യാവുന്നു, മൈനസ് j എല്ലാം പ്ലസ് ചെയ്യാവുന്നു. സോ തന്നിരിക്കുന്ന x of k യുടെ കോൺജുഗേറ്റ് x conjugate of k കണ്ടുപിടിക്കുക. ഇനി ആ x conjugate of k വെച്ചിട്ട് FFT അൽഗോരിതം ചെയ്താൽ മതി. അതിപ്പോൾ DIT ആണെങ്കിൽ ഇൻപുട്ടിന് നമുക്ക് അതേ ഓർഡറിൽ കൊടുക്കാം. DIF ആണെങ്കിൽ ഇൻപുട്ടിന് ഏത് ഓർഡറിൽ കൊടുക്കണം? ഷഫിൾഡ് ഓർഡറിൽ. ഫൈനലി ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് ആ ഔട്ട്പുട്ടിന് എന്ത് ചെയ്യണം? ആ ഔട്ട്പുട്ടിന് ആദ്യം കോൺജുഗേറ്റ് എടുക്കണം. കോൺജുഗേറ്റ് എടുക്കുക വേണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം? n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി DIT ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഔട്ട്പുട്ട് കറക്റ്റ് ഓർഡറിലായിരിക്കും. സോ അത് അതുപോലെ തന്നെ എഴുതാം. DIF ആണെങ്കിൽ ഔട്ട്പുട്ട് ഷഫിൾഡ് ഓർഡറിലായിരിക്കണം. സോ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ.